സവാള ഗിരി സവാള ഗിരി 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 ഗിരി. അങ്ങനെ കാത്തിരുന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബീഹാറിൽ എൻഡിഎക്ക് ബ്ലോക്ക് ബസ്റ്റർ ജയം. ഡബിൾ സെഞ്ചുറി തിളക്കത്തോടെയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നത്. എൻഡിഎ തൂത്തുവാരി കൊണ്ടുപോയി. മഹാസഖ്യം തകർന്നടിഞ്ഞു. പരമദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഖത്തം. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. ബീഹാറിൽ ജയിച്ചത് എൻഡിഎ അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇപ്പോഴും വോട്ട് ചോരി ആരോപണവുമായിട്ട് നടക്കുകയാണ്. എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വിഡ്ഢിത്തം വിളമ്പുകയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ. സ്വാഭാവികം. ആർജെഡിയും ഈ വോട്ട് ചോരിയിൽ ഇലക്ഷൻ കമ്മീഷനൊക്കെ പഴിക്കുന്നുണ്ട് ഈ വലിയ പരാജയത്തിൽ. അറിയാമോ ചോദിക്കുക സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ കവച്ചു വയ്ക്കുന്ന തരത്തിലേക്കുള്ള ഫലമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആർജെഡി കോൺഗ്രസ് സഖ്യത്തെ തകർത്തെറിഞ്ഞ് മോദി നിതീഷ് കുമാർ സഖ്യത്തെ ജനങ്ങൾ സ്വീകരിച്ച ചരിത്രമാണ് ഇന്നിപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്നത്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? കോൺഗ്രസിന്റെ 75 വർഷത്തിൽ കൂടുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത്. നിന്നൊരു ട്രോള് 243 സീറ്റിലും എൻഡിഎ വിജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അത്രയ്ക്ക് അതിമനോഹരമായ രീതിയിലാണ് സെറ്റിംഗ്സ് ഉള്ളത്. വലിയ ഞെട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ലിസൺ ടു മീ ആഷ്മി താജ് ഇബ്രാഹിം. രാഹുൽ ഗാന്ധി എവിടെ? ഇന്റർനെറ്റിന്റെ സെർച്ചിൽ ട്രെൻഡിംഗ് ആണ് ഇപ്പൊ. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. കോട്ടപ്പള്ളി തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ഒരു തോൽവി സംഭവിച്ചാൽ പോലും ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അവർ മുന്നിൽ കണ്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഷിബി ഗോപാലകൃഷ്ണൻ, ഇപ്പോ താങ്കളുടെ ഡാൻസ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇപ്പോ വേണമെങ്കിൽ ഒരു ഡാൻസ് കളിക്കാം കേട്ടോ. അതിനൊക്കെ പറ്റിയ സീറ്റ് ഉണ്ട്. 203 സീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മാതൃഭൂമിയിൽ ഇരുന്ന് കളിക്കണം എന്നാണോ പറയുന്നത്? കളിച്ചോ, നമുക്ക് ഓക്കെയാണ്. ഗോപാലകൃഷ്ണൻ കാശ്മീരിൽ നിന്ന് ആളെ ഇറക്കിയിട്ടല്ല ബീഹാറിൽ ജയിച്ചത്. അത് ഒന്ന് സമ്മതിക്കണം. ഇനി ഞാൻ അടുത്ത വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ആളെ ഇറക്കിയിട്ടാണ് ബീഹാറിൽ ജയിച്ചതെന്ന് പറയരുത്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. എല്ലാവരും പറഞ്ഞു ഇത് വലിയ പ്രതിഫലനമുണ്ടാക്കും. ശരിയാണെന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദം. എന്തിനും നരേന്ദ്രമോദി പറയണം? ബീഹാറിലെ ജനങ്ങൾ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ? ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കും. കേരളത്തിലെ കോൺഗ്രസ്സുകാരോടൊക്കെ പറയുന്നു, വല്ല കൊള്ളാവുന്ന ആളെയും ഈ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോവാം. രാഹുൽ ഗാന്ധി ഉദിക്കാത്ത സൂര്യനാണ്. ഉദിക്കാത്ത സൂര്യനെ ഒരിക്കലും പ്രകാശിക്കാൻ കഴിയില്ല. നെഹ്റു കുടുംബം മറ്റേ മോത്തിലാൽ നെഹ്റു മുതലുള്ള പാരമ്പര്യമൊക്കെ പറയുമല്ലോ. ആ പാരമ്പര്യത്തിന് കുഴപ്പം വരാതിരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാവുന്നത് രാജിവെച്ച് ഒഴിയുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മോശം സ്ട്രൈക്ക് റേറ്റ് ഇത്തവണയും ഭരണം തുലച്ചാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിന് എന്ത് എക്സ്പ്ലനേഷൻ തരും? ഞാൻ അങ്ങനെ ഒരു മോശം അവസ്ഥ വരുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസ്ഥക്ക് മറുപടി പറയേണ്ടതില്ല. അല്ല നോക്കാം, നമുക്ക് ഇത് സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അഭിലാഷിന്റെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ ചോദ്യം വരാൻ സാധ്യതയില്ല. വരുന്ന പക്ഷം ഞാൻ മറുപടി പറഞ്ഞോളാം. ബെസ്റ്റ്.
തെരഞ്ഞെടുപ്പ് ഗോതയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ബീഹാറിൽ കോൺഗ്രസ് വിരലിൽ എണ്ണാവുന്ന സീറ്റിലേക്ക് ഒതുങ്ങി. ബീഹാർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും എവരുടെ ഹൈ ഒരു ഇന്ത്യ റേറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യ സഖ്യം 31 എന്ന് പറയുന്ന അവരുടെ അങ്ങേറ്റം വളരെ മോശം അവസ്ഥയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? തകർന്നടിഞ്ഞു പോകുന്ന മഹാസഖ്യത്തെ നമ്മൾ കണ്ടു. RJD ഒക്കെ ഇത്ര വലിയ തിരിച്ചടി നേരിടുമെന്നുള്ളത് ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഇന്ത്യ സഖ്യത്തിൽ 31-ൽ RJD 26-ലേക്ക് ചുരുങ്ങി, കോൺഗ്രസ് 3-ലേക്ക് പരിങ്ങി, CPIക്ക് ഒരു സീറ്റും ഇല്ലാതെ. അങ്ങനെ NDA സഖ്യത്തിൽ എല്ലാ ഘടകകക്ഷികളും ഒരുപോലെ കുതിപ്പും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ കിതപ്പും ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത അവിടെയുണ്ട്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. മഹാപോളിംഗ് ആണ്. ചരിത്രവും സംസ്കാരവും ഒക്കെ വൈവിധ്യപൂർണമായിട്ട് നിലനിൽക്കുന്ന ബീഹാറിൽ നടന്നത്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. രാഹുൽ ഗാന്ധി ഉദിക്കാത്ത സൂര്യനാണ്. ഇനി അതിനെ കെട്ടിപ്പിടിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? പരമദയനീയമായ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ പടക്കടകുദാഹവ. ഈ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തുല്യന്മാർ തമ്മിലുള്ള മത്സരമേ ആയിരുന്നില്ല. സത്യത്തിൽ ഈ ഇന്ത്യ മുന്നണി ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അവര് പോസ്റ്ററിലും അല്ലെങ്കിൽ ഭിത്തിയിലും മാത്രം ഉണ്ടായിരുന്നു. ഈ മുദ്രാവാക്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നത് കേൾക്കുന്നവര് വോട്ട് എതിർ പാർട്ടിക്ക് ചെയ്യുന്ന രീതിയിൽ വോട്ട് ചോർ ഗദ്ദാ ചോട്ട് എന്ന മുദ്രാവാക്യം ആർക്കെതിരായിട്ട് വിളിക്കും? ഇന്ത്യ പ്രധാനമന്ത്രിക്കെതിരായിട്ട്. അതുപോലെ നരച്ച മുടിയന്മാരെ പുറത്താക്കും എന്നുള്ളായിരുന്നു ഒരു മുദ്രാവാക്യം. അതൊക്കെ വലിയ സെൽഫ് ഗോളായിട്ട് മാറും. ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം പോലെയും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്താൽ ആളുകൾ എതിരാവില്ലേ? ആളുകൾ വെറുപ്പിച്ചു പരമാവധി. ഇനി വെറുപ്പിച്ചില്ലെങ്കിൽ പോലും ജയിക്കുമായിരുന്നില്ല. കാരണം തുല്യശക്തികൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. അതിന് വാട്ടം പിടിച്ച ആളാണ് തേജസ്വി യാദവ്. ജനങ്ങൾ സ്വാഭാവികമായിട്ട് അവരെ ശിക്ഷിച്ചു. അതിൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചത്. ഈ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വെക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തുകയും അയൽ രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതല്ല ശരിയായ രാഷ്ട്രീയം. കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ട നാടകം. ഇയാളെന്താ ഈ വോട്ട് ചോരി എന്ന് പറയുന്നത്? അവർക്കത് മനസ്സിലായില്ല. അത് മനസ്സിലാക്കിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഉദ്ദേശവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള സ്ഥാപനത്തെ തകർക്കാനായിട്ടാണ് ഈ ബഹളം മുഴുവൻ വയ്ക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിറ്റിംഗ് വെക്കുന്ന സമയത്ത് അവിടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്ന സമയത്ത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് നെറിയുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് പ്രധാനം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തി കമ്മീഷൻ അടിക്കുന്ന ആള് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. ഇതെല്ലാം പോക്കൃത്തരമാണ് കാണിച്ചത്. ഇതുകൊണ്ടൊന്നും വോട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, അസാമാന്യമായിട്ട് ജനങ്ങൾ വെറുക്കും. അങ്ങനെയാണ് കോൺഗ്രസ് 4-ലോ 6-ലോ മറ്റോ വന്ന് നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. ജനറൽ ഇലക്ഷൻ കഴിയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും നന്ദി പറയണ്ടേ? ഇല്ല, എൻ്റെ ആൾക്കാർക്ക്, എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രം നന്ദി. ഇത്ര ചീപ്പാണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത് ജനങ്ങൾക്ക് വല്ലാത്ത പുച്ഛം ഉണ്ടാക്കി. എനിക്കതാ മനസ്സിലാകാത്തത്. ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്നൊക്കെയുള്ള ഗീർവാണങ്ങളൊക്കെ അടിച്ചിട്ട് പോകാം. അങ്ങേരി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെയോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയോ ആരുടെയോ ഒക്കെ പിടിയിൽപ്പെട്ടിട്ട് ജിഹാദി പിന്നെ നക്സലൈറ്റ് ഇവരുടെയൊക്കെ ഗാങ്ങിൽ പെട്ടിട്ട് അവരുടെ മുദ്രാവാക്യം ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അവരുടെയാണ് ഈ രാജ്യം തകർക്കുക എന്നുള്ള ഉദ്ദേശം അവരുടെയാണ്. രാജ്യം തകർക്കാൻ എന്ത് ചെയ്യണം? ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകർക്കണം. വൻ വ്യവസായികളെ തകർക്കാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റഫേൽ യുദ്ധവിമാനങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞു. ഇന്ത്യൻ മിലിറ്ററിയിൽ സംവരണം വേണമെന്ന് പറഞ്ഞു. എന്തൊരു മണ്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്ക്. കുറെ കാലം അത് പറഞ്ഞുകൊണ്ടാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ് ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഭാരതത്തിൻ്റെ
ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കാൻ പറ്റില്ല. അത് ഒരു രാജ്യവിരുദ്ധ പ്രവൃത്തിയായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നല്ലാതെ ഇത്തിരി നേരം നിറയും കാണിക്കണം. ഇത് ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിയെ ആര് പറഞ്ഞു മനസ്സിലാക്കും? ഇവൻ പൊട്ടനാണ് മുതലാളി, ഇവൻ ആംഗ്യഭാഷ മനസ്സിലാവൂ. ഇതാണ് പ്രശ്നം. കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രശ്നം രാഹുൽ ഗാന്ധിയാണ്. ഒരുപക്ഷെ BJP വിജയിക്കുന്നതിന്റെ പിന്നിൽ രാഹുൽ ഗാന്ധി ആണെന്നും പറയേണ്ടി വരും. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ട നാടകം മുങ്ങിചാവാൻ പോകുന്നവന്റെ അവസാനത്തെ കച്ചുമ്പായിട്ടാണ് ബഹുഭൂരിപക്ഷ വോട്ടർമാർ ഇതിനെ കണ്ടത്. വെളുക്കാൻ തേച്ചത് പാട്ടായി, പാട്ടായി അല്ല പാണ്ടായി. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പുത്തരിയല്ല. ബീഹാറിന് മുമ്പ് ഹരിയാനയിൽ ഇതാണ് സംഭവിച്ചത്, മഹാരാഷ്ട്രയിൽ ഇതാണ് സംഭവിച്ചത്. ഇനി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, ബംഗാളിൽ നടക്കാൻ പോവുകയാണ്, ആസാമിൽ നടക്കാൻ പോവുകയാണ്, തമിഴ്നാട്ടിൽ നടക്കാൻ പോവുകയാണ്. അവിടെയൊക്കെ കോൺഗ്രസ്സുകാർ പണിയെടുക്കുകയാണെങ്കിൽ ജയിക്കും. അല്ലാണ്ട് മഹാഗഠബന്ധനം ഉണ്ടാക്കിയിട്ടു അല്ലെങ്കിൽ ഇലക്ട്രോണിക് യന്ത്രത്തെ കുറ്റം പറഞ്ഞിട്ടു ഒന്നും നടക്കില്ല. छाती से